അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ശക്തമായ പ്രവർത്തനത്തിലേക്ക് പോകണം. പ്രസ്ഥാന രംഗത്ത് സ്വാഭാവികമായും കുറെ ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ ഇഷ്യൂസിലും പ്രശ്നങ്ങളിലൊക്കെ MSMനെ സംബന്ധിച്ചിടത്തോളം MSM ജിന്നി സിഹർ വിഷയങ്ങളിൽ മടവൂരികളുടെ ഒരു തത്വം യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. മടവൂരികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പണ്ഡിതന്മാർക്ക് ഇതിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്, അവര് രണ്ടഭിപ്രായങ്ങൾ വെച്ചു പുലർത്തിയിരുന്നു എന്ന് പ്രചരിപ്പിച്ച് പറഞ്ഞ് നടന്നുകൊടുത്തുന്ന അൽഹംദുലില്ലാ നമ്മളെ പണ്ഡിതന്മാർക്ക് ഇതിൽ രണ്ടഭിപ്രായമില്ല. എല്ലാവരും ഒറ്റ അഭിപ്രായത്തിൽ ഒരു കടലാസിൽ എഴുതി ഒരേ നിലപാട് വെച്ച് ഒപ്പിട്ടവർ പിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഇഷ്യൂ ആക്കുന്ന മടൂരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രസ്ഥാനത്തെ തകർക്കണം എന്നുള്ള ലക്ഷ്യമാണുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ വിഷയത്തിൽ ഉൾക്കൊള്ളാം. പിന്നെ നമ്മളെ പ്രാർത്ഥനയും സഹായതട്ടോ എന്താണെങ്കിലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ മാത്രം സഹായത്തിന് വിളിക്കുന്ന രീതിയാണ് സലഫി പ്രസ്ഥാനത്തിന്റെ രീതി. അതാണ് സലഫി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയും. അത്തരം വിഷയങ്ങളിൽ അടക്കം ഒക്കെ സലഫി പ്രസ്ഥാനം വെച്ചു പുലർത്തുന്ന ലൈനിന്റെ അപ്പുറത്ത് ഒരു ലൈനും നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ജിന്നിനോട് തേടുന്നവരും മലക്കിനോട് പ്രാർത്ഥിക്കുന്നവരൊന്നുമില്ല. ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കാണി എന്ന കേരള ജമിയത്തുൽ ഉലമ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളുണ്ട്. ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കാണി എന്ന കേരള ജമിയത്തുൽ ഉലമ വെച്ചു പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളുണ്ട്. ആ ജാതി ചളിക്ക് കൈയിടാൻ എന്റെ കുട്ടികൾ പോണ്ട.